ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ ജാതി സമ്പ്രദായത്തെ പറ്റിയാണ്. ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ വൈകിയാണ് നമ്മുടെ കേരളത്തിൽ ജാതി സമ്പ്രദായം നിലവിൽ വന്നത്. ഇവയെ രണ്ട് തരത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്: അവർണ ജാതി എന്നും സവർണ ജാതി എന്നും. അവ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേര സാമ്രാജ്യത്തിന് അധപതനു ശേഷം നമ്പൂതിരിമാർ സ്വാധീന ശക്തിയുള്ളവരായി മാറുകയും തുടർന്ന് ജാതി വ്യവസ്ഥ നിലവിൽ വന്നു എന്നും കരുതപ്പെടുന്നു. സവർണരെന്നും അവർണരെന്നുമുള്ള വ്യത്യാസം വർണ്ണത്തെ അടിസ്ഥാനമാക്കിയാണെങ്കിലും അതിലുപരി മറ്റു പല ഒളിഞ്ഞിരിക്കുന്ന വസ്തുതകളും ജാതി നിർണയത്തിൽ പ്രതിഫലിച്ചു കാണാം. ഇന്ത്യയിലെ തന്നെ ജാതി വ്യവസ്ഥയുടെ ഉൽപ്പത്തിയെ പറ്റി രണ്ട് സിദ്ധാന്തങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന്, ആര്യന്മാർ ഇന്ത്യയിൽ വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ ജാതി സമ്പ്രദായങ്ങൾ നിലവിലുണ്ടായിരുന്നു എന്നും മറ്റേത് ആര്യന്മാരാണ് ജാതി സമ്പ്രദായം ആരംഭിച്ചതെന്നുമാണ്. ആയർ, കുറവർ, വെള്ളാളർ, പരവർ എന്നിങ്ങനെയുള്ള ജനവിഭാഗങ്ങളാണ് അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് ജാതിയെ കുറിക്കുന്ന വിഭാഗീയതയല്ല, മറിച്ച് അവരവർ വസിക്കുന്ന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന പേരാണ്. ഓരോ കൃതികളും അതത് സ്ഥലത്തെ ജനങ്ങളെ പറ്റിയുള്ളവയാണ്. സംഘകാലത്തെ തമിഴരുടെ ഇടയിൽ പറയൻ, കടമ്പൻ, തുടിയൻ, പാണൻ എന്നീ വിഭാഗങ്ങൾ ഉണ്ട് എന്ന് തൊൽക്കപ്പിയർ അദ്ദേഹത്തിനു ശേഷം ജീവിച്ചിരുന്ന മാങ്കുടി കീഴാർ എന്നിവർ സൂചിപ്പിച്ചിരിക്കുന്നു. എന്നാൽ അതും ജാതികളാണെന്ന് പറയുന്നില്ല. തൊഴിൽ സംബന്ധമായ തിരിവുകൾ മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. ഇനി നമുക്ക് സവർണ ജാതി എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നീ വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. ബ്രാഹ്മണരും ശൂദ്രരും ആയിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. ബ്രാഹ്മണർ അമ്പലവാസികൾ, ക്ഷത്രിയർ, വൈശ്യർ ഇവരെല്ലാം സവർണ ജാതിയിൽപ്പെട്ടവരാണ്. ഇവരെ കൂടാതെ ഉയർന്ന ശൂദ്രർ, സുറിയാനി ക്രിസ്ത്യാനികൾ വളരെ ചെറിയ ജനസമൂഹങ്ങളായിരുന്നെങ്കിലും ജൂതന്മാരും ഇക്കൂട്ടത്തിൽ പെടുന്നു. സവർണ ഹൈന്ദവരെ പോലെ തന്നെ പണിക്കർ, തരകൻ എന്നീ ആദരണീയ പദവികളും മാർത്തോമ നസ്രാണികൾക്ക് ലഭിച്ചിരുന്നു. അവരുടെ സവർണ ജാതി പദവിക്ക് കോട്ടം തട്ടുമെന്ന് ഭയപ്പെട്ട് അവർണ ജാതിക്കാരെ അവരുടെ സമുദായ മതത്തിൽ ചേരാൻ അനുവദിച്ചില്ല. മാർത്തോമ നസ്രാണികളുടെ വിപണന നൈപുണ്യം കാരണം സമൂഹത്തിലുണ്ടായിരുന്ന അയിത്തം നിഷ്പ്രഭമാക്കുക എന്നൊരു കീഴ്വഴക്കം ഇവർ നിറവേറ്റിയിരുന്നു. ജൂതന്മാരുടെ കാര്യത്തിൽ ഇവരുടെ കച്ചവട നൈപുണ്യം കൊണ്ട് രാജാക്കന്മാർക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു. അതിനാൽ തന്നെ സവർണരുടെ തൊട്ടു താഴെയായിരുന്നു ഇവരുടെ സ്ഥാനം. ഇനി നമുക്ക് അവർണജാതികൾ എന്താണെന്ന് നോക്കാം. ചതുർവർണ്ണത്തിലെ 4 വർണ്ണങ്ങളിലും പെടാത്തവർ, അതായത് പഞ്ചവർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. തീയർ, കളരി, പണിക്കാർ, കണിയാർ, എഴുത്തച്ഛൻ, പിന്നെ കമ്മാളർ ഇവരൊക്കെ അവർണജാതിയിൽ പെട്ടവരാണ്. കൂടാതെ വെറും പാട്ടക്കാർ, മുക്കയ്യ, അരിമറാട്ടി, ബസ്ത, കുശവൻ, കല്ലൻ എന്നിവരും ഉൾപ്പെടുന്നു. പാണൻ, മണ്ണാൻ, മലയൻ എന്നിവരും അവർണജാതിയിൽ പെട്ടവരാണ്. ഇതൊരിക്കലും വർണ്ണത്തിന്റെ പേരിലുള്ള തരംതിരിക്കലല്ല. അന്ന് നിലനിന്നിരുന്ന ഉയർന്ന തൊഴിലിന്റെയും താഴ്ന്ന തൊഴിലിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. പക്ഷെ ഇന്ന് കേരളം ഒരുപാട് മാറിയിരിക്കുന്നു. എല്ലാവരും തുല്യരാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.